ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ് ഞങ്ങൾ ചെയ്യുന്നത്. ഉണ്ണിക്കുട്ടൻ ഇന്ന് ഇവിടെ ഇല്ല, ഞാനും നന്ദുവും മാത്രമാണ്. ആറ്റി വന്ന് മീനെ പിടിച്ച് മീൻ പറ്റിക്കുന്ന വീഡിയോ ആണ് ഞങ്ങൾ ഇന്ന് ഇടുന്നത്. നോക്കട്ടെ വല്ലതും കിട്ടുമോന്ന്, എന്നിട്ടിടാം. ഓക്കെ, ഞങ്ങളുടെ അച്ചൻകോവിലാറാണിത്. ഞങ്ങളുടെ ആറാണ് അച്ചൻകോവിലാറ്, ഞങ്ങളുടെ ഇടുക്കെ തന്നെയാണ്. രണ്ടുപേരും ഒരു ഫ്രെയിമിലോ? എങ്ങനെയാ മോനെ ഇത് അറിയുന്ന? അമ്മയും കൂടെ പഠിപ്പിക്കണേ. ആ, അങ്ങനെ പിടിച്ചിട്ട് ഞാനും ചിലപ്പോൾ ഇതിന്റെ കൂട്ടത്തിൽ അങ്ങ് പോയാലോ. ആ, എന്നിട്ട് ഇതിനകത്ത് കയറുവോ മോനെ? അപ്പൊ ഇത് കേറിയിട്ട് ഇറങ്ങി പോത്തില്ലയോ? ഉറപ്പാണോ? ആണോ? അയ്യോ മോനെ, വലിയ മീൻ കയറുവോ? കണ്ടോ? വേണമെങ്കിൽ ഞങ്ങളോട് പറഞ്ഞാൽ മതി, ഞങ്ങൾ പിടിച്ചു തരാം. ഇതില് പൂവ് കണ്ടിക്കുന്ന കൂട്ട് കണ്ടിക്കണം. എന്നിട്ട് ഇതിനകത്ത് തീറ്റി വെക്കുവോ? അതിനകത്ത് വെക്കും. മെനങ്ങാന്ന് കൊണ്ടുവന്നതിൽ വലിയ എന്താ പരലായത്. ഇത് മറക്കാനൊക്കെ സൂപ്പർ അല്ലയോ മോനെ? മോനെ കണ്ടോ? ഒന്ന് കാണീരി എല്ലാരും. എല്ലാവർക്കും അറിയാതിരിക്കാം, എന്നാലും എനിക്കത് അതിശയവാ. നേരത്തെ സുനിലും സുനിതയും കൂടെ പിടിച്ചു തന്നിട്ടുണ്ട് ഇതുപോലെ ഇഷ്ടം പോലെ. മുട്ടനൊരു തൂളി. ഒരു പായും കൂടെ കൊണ്ടുവരേണ്ടതായിരുന്നു. ഉറങ്ങാനൊക്കെ അടിപൊളി. ഇറങ്ങി ആറ്റിലോട്ട് വീഴുവോ മോനെ? ഞാനോ? ഞാൻ പൊങ്ങിക്കിടന്നാ തീർന്ന്. അതുകൊണ്ടല്ല അവന്മാര് വള്ളമൊക്കെ. ഇതെന്തോ തീറ്റിയാ മോനെ മോൻ വെച്ചത്? ഇത് പെല്ലറ്റോ? അത് മേടിച്ചോണ്ട് വന്ന് ഗോതമ്പ് പൊടി അതോ മൈദായോ? അയ്യോ, ഇത് നല്ല മണമുണ്ടല്ലോ. പിന്നെ കൊഴക്കൊട്ടയുടെ മണം മോനെ. കഷ്ടം, ഇത്രയും പൈസ കൊടുത്ത് മേടിച്ചിട്ടാണോ എന്നോടൊക്കെ 1 രൂപ പോലും മേടിക്കാഞ്ഞ്? AC വേണ്ട, ഫാൻ വേണ്ട, ഒന്നും വേണ്ട. എന്താ സുഖം! ഇതൊക്കെ ഒന്ന് ജീവിതത്തിൽ ഒരിക്കലും കിട്ടാത്ത ഒരു അനുഭവമാണ്. അയ്യോ, പെൺപിള്ളേർ വന്നോണ്ടാ. പോണ്ട ഇല്ലയോ? ഇതൊക്കെ ആസ്വദിക്കണം. നിനക്കൊക്കെ ഇതൊന്നും പറഞ്ഞാൽ അതിൻ്റെ ഒരു സുഖം അറിയത്തില്ല. കണ്ടോ? ആറും മുള അതിൻ്റെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇരുന്ന് കിടന്നുമൊക്കെ ജീവിതത്തിൽ കിട്ടത്തില്ല ഇതുപോലെ ഒരു അനുഭവം. എന്തോ ഇത് കണ്ടപ്പോ ഓടി വന്നതാണോ? ഇത്ര നേരം ദാഹം ഇല്ലായിരുന്നല്ലോ. വെള്ളത്തിലല്ലേ കിടന്നത്, ഇനി എന്തിനു ദാഹിക്കുന്നത്? തിന്ന് കഴിഞ്ഞിട്ട് വീണ്ടും ഉറക്കം വേണ്ട. ഇത് കിടക്കുന്ന പോലെ തന്നെ വേറൊരാള് കിടക്കുന്നത് കാണിച്ചു തരാം. നോക്കി ഒരുപോലെ കിടക്കുന്നു. സെയിം അതുപോലെ തന്നെ. സാരമില്ല, എന്നാലും വേണ്ടമില്ല. എല്ലാം കണ്ടുപഠിച്ചല്ലോ. പഠിച്ചു. മര്യാദക്ക് എറിഞ്ഞോണം, ഇല്ലെങ്കിൽ കൂടെ പോവല്ലേ എന്റെ കൂടെ. നിങ്ങളുണ്ടല്ലോ, ചാടി ഇറക്കി എടുത്തോളൂ. കുഴപ്പമില്ല, എയർ ബാഗ് ഉള്ളതുകൊണ്ട് സേഫാ. എന്താടാ അത്രയ്ക്ക് അങ്ങ് എയർ ബാഗ് ഒന്നും ഇല്ല. നിങ്ങൾ എപ്പോഴും അങ്ങ് കളിയാക്കുക. ഇതിപ്പോ ചൂണ്ടയിടാൻ വന്നിട്ട് ഓരോ ഉറക്കം കഴിഞ്ഞ് പെപ്സി കുടിച്ച് ഉള്ളിവട ഉഴുന്നുവട സുഖമുണ്ട്. ഇവിടെ മീൻ പിടിക്കലൊന്നും നടന്നില്ല. എന്നിട്ട് പറയാ വൈബാണ് ഇങ്ങനെ ഇരിക്കുന്നത്. സെറ്റപ്പ്. ഉച്ച കഴിഞ്ഞ് എല്ലാ ദിവസവും വരും, എല്ലാ ദിവസവും. ചുമ്മാതെങ്കിലും ഇവിടെ വന്ന് കിടന്നാൽ മതി, അടിപൊളിയാ. ഉറങ്ങിപ്പോവും. ഇവിടെ വന്നിരുന്ന എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറുമല്ലേ? മുളയോടൊക്കെ സംസാരിച്ച് യാറിനോടും എല്ലാം. ദോണ്ട വരുന്നു, എടുക്കടാ. ഉള്ളിവടയും ഉഴുന്നുവടയും കണ്ടപ്പോ ദോണ്ട വരുന്നു. കണ്ടോ? ദോണ്ട എല്ലാരും ഉണ്ട്. അച്ചു പിന്നെയും വരുവാന്ന് തോന്നുന്നു കലവും കൊണ്ട്. അച്ചു അക്കരെ പോയാ കക്ക വരാൻ പോയാണോ? എനിക്ക് വേണ്ടി കക്ക വാരാൻ പോയേക്കും അച്ചു. പോണ്ട കലവുമായിട്ട്. കണ്ടോ എന്റെ അച്ചു പോന്ന? കണ്ടോ? അയ്യോ എന്റെ പൊന്നച്ചു, എങ്ങനെയാ മോനെ? മാറിയുന്നോ? തിമിങ്കല എറിയാൻ പോവാ. കുരുങ്ങും അതിനകത്ത്. തിമിങ്കല എറിയാൻ പോവാ, കുരുങ്ങും അതിനകത്ത്. എന്നിട്ട് ഇതേന്ന് വിടണോ?
ആ ആ അയ്യോ മോനെ. ഇതൊക്കെ വിട്ടേ. ആ ഇത് മാത്രം പിടിച്ചാ മതിയോ? ഇത് പിടിച്ചാൽ എറിഞ്ഞാൽ മതി. അങ്ങോട്ട് ഇല്ല ഇല്ലൊന്നും അത്തിന്റെ കിടപ്പൊക്കെ കണ്ടടപ്പടർക്കാണെന്ന് എറിയാനാ മോനെ. പോവോ മക്കളെ ഇങ്ങനെ എറിയാനോ? ഐശ്വര്യമുള്ളവരിട്ടാലേ അത് കറക്റ്റായിട്ട് പോകും. എടുക്കാനൊക്കത്തില്ല. ഇത്ര നേരം ഒരു കുഴപ്പമില്ലായിരുന്നു. എന്നിട്ട് പറയും പെണ്ണുങ്ങൾ വന്നാ മീനെ കിട്ടുമെന്ന്. ഇപ്പൊ എങ്ങനെ കുപ്പിയും പോയി അതിന്റെ സാധനം പോയി എല്ലാം പോയി. അതിന് കണ്ടല്ലോ ഇപ്പം എന്തുകൊണ്ട് ഒരു മീൻ പോലും ഇല്ല അതിനകത്ത്. ഇപ്പൊ വരട്ടെ. ഇപ്പൊ 10 തവണ എറിഞ്ഞില്ലയോ? അതൊന്നും അല്ല, എന്റെ കുഴപ്പമല്ലല്ലോ. ഇത്ര നേരം അവന്മാര് പിടിച്ച കുഴപ്പമാ. ഇനി അവനെ കുറ്റം പറ. ഞാൻ പിടിച്ച ഒരു കുപ്പി മേളിൽ കിടക്കുന്നത് ഇതെല്ലാം തിന്നുമായിരിക്കും. ഈ ബക്കറ്റോടെ കൊടുത്താൽ ഇതെല്ലാം തിന്നും. ഓ ഇല്ല മോനെ പോണ്ടടാ, അവിടെ ഇരിക്കുന്നു. വാടേ അമ്മമാർ കൂടെ കൊണ്ടു കൊടു. അയ്യോ എന്തുവാടാ മീനൊന്നും കിട്ടിയില്ലേ ഇവന്മാർക്ക് ഇതിനകത്തങ്ങും? ഇനി കൊണ്ടുവാ. അയ്യോ ചുമ്മാരിടാജു. അമ്മമാർക്ക് നീന്താ അറിയാം. എനിക്ക് മമ്മിക്ക് പേടിയാ മോനെ. ആദ്യം അവനും അറിയാവോ? അമ്മമാർക്ക് എല്ലാവർക്കും നീന്താ അറിയാം. എനിക്ക് ശൈലാമയ്ക്കും അമ്മലിനും മാത്രമല്ല ഇവിടെ നിൽക്കുന്നത് നീന്താ അറിയാത്ത. ബാക്കി എല്ലാവർക്കും അറിയാം. ഈ കൂട്ടത്തിലെ കാര്യം പറഞ്ഞു. കുപ്പി ഇങ്ങനെ കട്ട് ചെയ്യണം കണ്ടോ? അതുകൊണ്ട് പ്ലാസ്റ്റിക് മിനറൽ വാട്ടറിന്റെ കുപ്പി എടുത്തിട്ട് പകുതി വെച്ച് മുറിച്ചിട്ട് പിന്നെ അടപ്പത്തിന്റെ ഭാഗത്ത് വെച്ച് പൂ പോലെ കട്ട് ചെയ്യണം. ശരിയാണോ അമ്മ പറഞ്ഞു? എന്താ കറക്റ്റ്. ആ മെനക്കെട്ട ജോലിയാ, പക്ഷെ പച്ച മീൻ കൈ കിട്ടും. എന്നിട്ട് ഇത് മറ്റേ എന്തോ മുട്ടായിയുടെ ടിന്നിനകത്ത് വെക്കണം. ഇല്ലേ മോനെ? കട്ട് ചെയ്യണം. അതെന്തിനാ മോനെ? കുപ്പിയുടെ അടപ്പിനകത്ത് വെച്ച് മുട്ടം പരല് കണ്ടോ? ഇത് മോനെ കാണിച്ചു തന്നെ ആരാ ഇത്? ആണോ? ഇവിടെ സുനില് മാമനില്ലയോ മോനെ? സുനിത ആൻറ്റിയും കൂടെ ഒരു പ്രാവശ്യം ഇതുപോലെ വെച്ച് ഇഷ്ടം പോലെ പിടിച്ചായിരുന്നു. ഇങ്ങനെ ആക്കണം. ഇത് വായുടെ ഭാവമല്ല, പുറവശം ഇങ്ങനെ തിരിച്ചു വെക്കണം. തിരിച്ചു വെച്ചിട്ട് കുപ്പി എടുത്തിട്ട് ഓക്കെ. അങ്ങോട്ടാരും വലിക്കായിരുന്നാ മതി. നീ എന്തുവാടാ കളിയാക്കുന്നത് എപ്പോഴും? എപ്പോഴും എനിക്ക് ഇഷ്ടപ്പെടത്തില്ല കേട്ടോ ഞാൻ പറഞ്ഞേ. അതൊന്നും ഒന്നുമില്ലെന്ന് തോന്നുന്നു മോനെ. ഞാൻ എടുത്താലും കാണത്തില്ല. അതല്ലേ ഞാനും പറഞ്ഞത്. എടുക്കുമോനെ? വേണ്ടടാ, ഇത്രയും കിട്ടി കണ്ടോ? ഇത് ചില്ലാങ്കൂരി ഇല്ലേ മോനെ? അതുണ്ട് ഇഷ്ടം പോലെ. ഉണ്ടോ? എന്ത്? വേണ്ട ഒരു വലിയ തൂളിക്കൂരുണ്ട്. അയ്യോ, ഇതെടുക്കാറായോ മോനെ? ചില്ലാങ്കൂരി. പത്മാമയ്ക്ക് ചില്ലാങ്കൂരി മതി. സത്യം പറഞ്ഞ വേറെ കുപ്പി കൊണ്ട് ഇടിപ്പിച്ച മീൻ കിട്ടാതിരിക്കാൻ വേണ്ടി കുപ്പി കൊണ്ട് ഇടിപ്പിച്ചോ. അതെന്തോ മോനെ, കല്ലിടണോ ഇനി അതിനകത്ത്? വെയിറ്റിന് വേണ്ടി ഇതെല്ലാം പറ. ഇനി അതിനകത്ത് കല്ലിട്ടിട്ട് വേണ്ടേ ഒരു കല്ലിടണം. എന്നല്ലേ പിന്നെ കുപ്പി താന്നു പോത്തില്ല. ഉണ്ടാക്കിയ സാധനം ഇങ്ങനെ വെക്കണം. എന്നിട്ട് അടപ്പം വെച്ച് വേണ്ട അടുത്ത പാട്ട മുറുക്കണം. എന്നിട്ട് തീറ്റി സൈഡിൽ വെച്ച് കൊടുക്കും ഇല്ലയോ? എന്നിട്ട് ഇതേ ഒരു കയറ് കെട്ടി ഇവിടെ ഒരു കയറ് കെട്ടണം. അതുകൊണ്ട് മോനെ തീറ്റി വെക്കുന്ന എടുക്കണം. എന്നിട്ട് മോനെ ദൂരണോ മോനെ ഇങ്ങനെ? മീൻ തെറിച്ചു പോലെ അത് തുറക്കാൻ പാടാ. അതാ അളിയൻ തുറന്നു കൈ വേനെടുക്കും. ഇങ്ങാണ്ട് എറിയാൻ പോന്നു. വീണ്ടും അടുത്ത കാസ്റ്റിംഗിലേക്ക്. അടുത്ത കാസ്റ്റ് ചെയ്യാൻ പോണ്. മോനെ ഇന്നും വലിച്ചോ? ഇതോ മോനെ?
സംസാരിക്കാം എന്തേലും. ആ ഉണ്ടടാ ഉണ്ടടാ, വെയിറ്റ് ഉണ്ട്. ആ ഇത് ഞാൻ അറിഞ്ഞതാ. അത് ഇട്ടല്ല അതിനകത്ത് വെയിറ്റ്. പിന്നെ കല്ല വടയിൽ തിന്നോണ്ട് കല്ലാന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു. എന്നാ ഷൈലാമ്മയ്ക്ക് ഒരു സൈഡ് പറയാമല്ല. ആ ആ ഉണ്ട്. അയ്യോ ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് പോയിനടാ. ഓ കണ്ടോ വലുതാ, കണ്ടോ ഈ സൈഡിലാ വലുത്, കണ്ടോ മോനെ. എന്നാ മോനെ മൂർക്ക വലിയ മോനെ, മുറുക്കി അടച്ചാലേ അത് പറ്റത്തുള്ളൂ. അടുത്തിട്ട് അതിന്റെ അടപ്പ് തുറന്നു പോയി. അയ്യോ അടപ്പ് കെട്ടിച്ചേക്കോ. ഒക്കുന്നില്ലേ മോനെ, എന്ത് ഇങ്ങോട്ട് വന്ന്. അയ്യോ ആ കുപ്പി ഇപ്പഴാടാ പോയെ. കണ്ടോ മോനെ ഒരു കല്ല്. അയ്യോ ദാണ്ട കിടക്കുന്നു മോനെ ആ കുപ്പി. എടുക്കാൻ പറ്റുമോ മോനെ? കണ്ട ഞാൻ പിടിച്ചതാ ഇത്രയും, ബക്കറ്റ് നിറഞ്ഞു. ആ പിന്നെ എന്താ ഓ പോവാന്നോ? എന്തെങ്കിലും ഉണ്ടോ അവിടെ? എല്ലാം കിട്ടിയോ? ശരിയാക്കാൻ നിക്കണോ? എനിക്ക് വല്ലതും ഉണ്ടോ? കട്ടള ഇത് പിടിക്കുവോ? കട്ടള പിടിച്ചിട്ട് ഇന്ന് കൊണ്ടു തരണം. ഇവൻ പറയുന്ന കട്ടള 5 മണിക്ക് മുമ്പേ കൊണ്ട് തരുമെന്നാ. ഇവനും അവനോട് കൊണ്ടുപോവാനാ. വെയിലത്ത് പോയി നിക്കുന്നത് ഇവന്റെ അനിയനാ, ഇവന്റെ ചേട്ടനാ നിക്കുന്നത്. എനിക്ക് കക്കായും വാരാൻ പോയേക്കോ. എന്നിട്ട് കാട്ടിലാ നിക്കുന്നത്, കഴുന്ന നിൽക്കുന്ന പോലെ. എന്നെ ഞാനോട് വരട്ടേടാ രാജു, വീഴുവാണല്ലോ. അമല് കയറി പോകുമ്പോ പോയിട്ട് ഓ എനിക്കറിയത്തില്ല, ഞാനില്ല. റൈഡ് പോയിട്ട് വന്ന് നമ്മുടെ വെള്ളം കുപ്പിയുണ്ട്. റൈഡ് പോയിട്ട് വരുന്നു. ഓ എനിക്ക് വയ്യ, ഞാനില്ല, എനിക്ക് ഭയങ്കര പേടിയാ. മുങ്ങത്തില്ലല്ലോ പറയാ. ഇതെന്താ നിങ്ങളുടെ അച്ഛൻ അടിച്ച് വിറ്റായിട്ട് നടക്കുന്നവരുണ്ടല്ലോ. ഇവർ അച്ഛൻ അടിച്ച് വിറ്റായിട്ട് ഇങ്ങനെ നടക്കുന്നത്. എനിക്ക് വയ്യ, എനിക്ക് പേടിയാ പോന്റെ മോനെ. എങ്ങോട്ട് നോക്കിയേ, പേടിച്ചല്ലേ? പേടിച്ചില്ല. വെള്ളത്തെ കേറുന്നതിന് മുമ്പേ വെള്ളത്തിൽ വീണ്. ആദ്യം ഇവിടെ നില്ലടാ, പോവാണോ? പോയിട്ടോ മനെ കുപ്പി പോന്നടാ. ശരി ഒന്നുമില്ല, അവന്മാര് ഇതില് വെള്ളപ്പൊക്കത്ത് പോയത്. അമല് പോന്നേ. അവനെന്തോ കക്ക തിന്നു വന്നു ഇപ്പഴേ. ശൈലാമ കണ്ടില്ലല്ലോ എത്ര പിടിച്ചേക്കുന്നത്, കുറച്ചൊക്കെ തിന്നാത്. ചോർത്തൊക്കെ എടുത്ത് കൊടുത്ത് എന്താ വന്ന പരിപാടി? അക്കരെ കൊണ്ടോട്ട് പിടിച്ചാൽ കിടിച്ചേരെ. തിരിച്ച് നീന്താനൊന്നും അറിയത്തില്ല. എങ്ങനെയാന്ന് വെച്ചാ വന്നേക്കാൻ പറഞ്ഞേരെ. അവിടെ വിട്ടിട്ട് പോരെ, നിങ്ങള് വെള്ളം എടുത്തോണ്ട്. അച്ഛൻ ഒരാൾ അങ്ങോട്ട് വരുന്നുണ്ടാ. ആ ഇപ്പൊ ഉച്ചക്ക് ഉറങ്ങത്തില്ല, കൊണ്ട് കൊണ്ടുവരുന്ന നോക്കിയിരിക്കും. അത് വരെ ഇരിക്കുവോ? എന്നിട്ട് മണ്ണിക്കളിയാ. അതാകുമ്പോ ആരും ഒന്നും പറയത്തില്ല. ഉണ്ടാടാ, നീയൊക്കെ കൂടെ കളിയാക്കിയില്ലേ? 10 മീനെങ്കിലും ഉണ്ടല്ലോ. ഇല്ലെന്ന് തോന്നുന്നു, 10 മീൻ അപ്പുറത്ത് ലാൻഡ് ചെയ്യാട്ടോ. മോനെ അമ്മയ്ക്ക് ഭയങ്കര, അമ്മ 2 വട്ടം വെള്ളത്തിൽ നിന്ന് വീണ്. മൈക്കിളിന്റെ അവിടെ വെള്ളം പൊങ്ങിയ സമയത്ത് വള്ളം മറിഞ്ഞു, അതേന്ന് വീണ്. അടിയിന്ന് പോളും അജയനും കൂടെ പൊക്കിയെടുത്ത് ഇതന്നെ. പിന്നെ പത്മയുടെ അമ്മൂമ്മക്ക് ഞാൻ കഴിക്കത്തൊന്നുമില്ല.
പത്മാമയ്ക്ക് ഇഷ്ടമാണ്. സൂര്യ വേണമെങ്കിൽ പറയിക്കൊണ്ട് പോകണം. ഓ അത് ഇന്റെ കൂട്ടത്തിലും കൊടുത്താ മതി മോനെ. നിന്നെ വിളിക്കുന്നു. എടാ മത്തിക്കണ്ണ, നിന്നെ അവിടെ ഇട്ട് ഇനി വേണ്ട, ഇങ്ങോട്ട് വരണ്ട. എങ്ങോട്ടാ? ആ ഇനി മുതൽ ഞാൻ ഉച്ച കഴിയുമ്പോൾ കിടന്നുറങ്ങത്തില്ല. ഇവിടെ വരുക, വന്ന് ഇവിടെ ഇരിക്കുക, വല്ലതും മേടിച്ച് വെച്ച് വിടുന്നുണ്ട്. സന്തോഷവും സമാധാനവും കിട്ടുന്നുണ്ട്. ഞാനിവിടെ ഇരിക്കാൻ പോകും ഉറപ്പാണ്. അതാണ്ട് ഒരു പായും ഒക്കെ, ഒരു തലാണിയും കൂടെ വേണം. അത് നന്ദു കൊണ്ടുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇച്ചിരി വെള്ളം, പിന്നെ എന്തെങ്കിലുമൊക്കെ കുറിക്കാൻ അതുകൂടെ ഒക്കെ വേണ്ടായോ. വീട്ടിലത്തേക്കാളുള്ള സമാധാനം ഉണ്ടോ? ഉണ്ട്, ഒത്തിരി സമാധാനമുണ്ട്. അവിടെ ഉണ്ണി വിളിക്കും, ശ്രീ വിളിക്കും, വല്യച്ഛൻ വിളിക്കും, രാധാച്ചൻ വിളിക്കും, കടയിൽ ആള് വന്ന്. ഇതൊന്നും അറിയണ്ട. ആ എന്താ ഐശ്വര്യം. മുളയങ്കാടിൻ്റെ ഇടയ്ക്കൊക്കെ ഇരുന്ന് ഇങ്ങനെ സ്വപ്നം കാണുന്നു. അടിപൊളി. വേണ്ടേ 24 ഉഴുന്നുവട കൊണ്ടുവന്നതാ. തിരിച്ചതിനകത്ത് മീനെ കൊണ്ടുപോകും. ആ ശരിയാ. അവന്മാർ തിന്നേ ചക്കരെ പോയി. പിന്നെ എന്തുവാ, നങ്കയില്ല, ഒന്നുമില്ല, കക്ക ഒന്നുമില്ല. മിക്കവാറും കാലിക്കൂടുമായിട്ട് എനിക്ക് പോകേണ്ടി വരുമെന്ന് തോന്നുന്നു. നാളെ വരാമെന്നോ? നാളെ വരും ഉറപ്പാ. നിങ്ങൾ ആരും ഇല്ലെങ്കിലും ഞാൻ ഇവിടെ വന്നിരിക്കും. ആദ്യം പറഞ്ഞേടാ. സൂപ്പർ. ഒരു തലാണിയും കൂടെ സംഘടിപ്പിക്കണം. ഇപ്പോൾ ഒന്ന് അടുത്ത കിടക്ക ഉള്ളിവടയൊക്കെ തിന്ന്. അല്ലാണ്ട് അടുത്ത് നോക്കാൻ പോ. ആണോ? ഓ റൈഡർ 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 തമിഴൻ വന്നിരിക്കുന്നു. റൈഡർ ഇതിനകത്ത് കുറവാന്ന് തോന്നുന്നു. ഇതിനകത്തൊന്നുമില്ല. ഇത് ശൈലാമ്മ എറിഞ്ഞാണ്. ഇതിനകത്തൊന്നും. ആ പിന്നെ ശൈലാമ ഒന്നും ഇല്ലാത്തതിനകത്തല്ല ശൈലാമ എറിഞ്ഞതാ. ആ ഓ ഡ്രിഫ്റ്റ് അടിക്കോ, ഒരു ഡ്രിഫ്റ്റ് അടിക്കോ. രാധാണനെയും കൊണ്ട് ഒരു ദിവസം വരണം മോനെ ഇവിടെ. ഹർത്താലിൻ്റെ കടൽപ്പന്നിയേ വേണ്ട, ഞാൻ പിടിച്ചതാ, ഇത്രയും കിട്ടി. അപ്പോൾ അത് ഞാനിപ്പം വെട്ടി മാങ്ങയൊക്കെ ഇട്ട് അല്ലെങ്കിൽ തോട്ടുപുളിയോ എന്തെങ്കിലുമൊക്കെ ഇട്ട് നമുക്ക് പറ്റിക്കാം. വാ നമുക്ക് ആ വീഡിയോ എടുക്കാം. പണ്ട് ഞങ്ങൾക്ക് പുഞ്ചയുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അവിടെ പിന്നെ അച്ഛനൊക്കെ ചോറും കൊണ്ട് പോകുന്ന ഒരു ഓർമ്മ വരുന്നു ഈ കണ്ടത്തിന് നടുക്കൂടൊക്കെ നടന്നപ്പോൾ. പഴയ ഓർമ്മകൾ. പക്ഷെ ഇപ്പം പുഞ്ചയില ഒന്നും ഇല്ല. ഇവിടാണോ കുളിക്കുന്നേ? കുഴിയില്ലേ മോനെ? ആണോ? ചെളിയാണോ? എവിടെ? മറ്റേ വീടിന്റെ ആ വീടിന്റെ പുറവശത്ത് ആ പിച്ചിങ് ഇല്ലേ, പണ്ട് ഞങ്ങൾ തൂളിയെ പിടിക്കുന്ന പിച്ചിങ്. അയ്യോടി അതാണോ അത്? ഇവിടെ മറ്റേ ലാലുവിന്റെ അവിടുത്തെ രതീഷണ്ണന്റെ ഒക്കെ അവിടുത്തെ അതാണ് അവിടെ. അല്ല നമ്മള് പണ്ട് ലീലാമ്മയൊക്കെ കുളിക്കാൻ വരുന്നുണ്ടോ ഇവിടെ? മുള കഴിഞ്ഞുള്ളത്. മനസ്സിലായി. ഓ ഇങ്ങനെ വന്നുകൊണ്ട് നമുക്കൊന്നും കിട്ടുന്നില്ല, ലെവല് മനസ്സിലാകുന്നില്ല. അയ്യോ ഇത് കണ്ടോ മോനെ, എന്തോന്നാ ആഞ്ഞിലിച്ചക്ക കിടക്കുന്നത്. തോണ്ട് കൊള്ളാം, സൂപ്പർ. രാധാച്ചനോട് വഴക്കിട്ടിട്ടൊക്കെ ഇവിടെ വന്നിരിക്കാം. വെയിലാണ്. ഇവിടോട്ട് വന്നപ്പം വെയിൽ, പക്ഷെ അവിടെ ഒന്നുമില്ല കേട്ടോ. വേണ്ട ഒരു കവർ ഉണ്ടായിരുന്നു, ഞാനൊരു ശകലം എടുത്തുള്ളൂ. എനിക്ക് വെട്ടാൻ വയ്യ ഒത്തിരി. വേണ്ട ഇത്രയും എടുത്ത് നമുക്കൊന്ന് പറ്റിക്കാം. വേണ്ട ചില്ലാങ്കൂരി കയ്യെ കൊണ്ടുപോകും. ഇതേണ്ട കണ്ടോ കൂരിയൊക്കെ പെടക്കുന്ന മീൻ. അതെ, നമ്മള് രക്ഷാപ്രവർത്തനമൊക്കെ നടത്തി ആളെ കരയിൽ എത്തിച്ചിട്ടുണ്ട്. വിഷയ നീന്തൽ വീഡിയോ ക്ലിപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. വള്ളത്തേന്ന് പറഞ്ഞു വീഴുന്നേ. രാധാച്ചനെ കൂടെ വിളിയടാ, നമുക്ക് പറ്റിയ ഇപ്പൊ വരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഹെൽപ്പ് ചെയ്യാൻ പറ. അങ്ങ് തീരും. കൊച്ചു മീനില്ല, പിടിക്കാൻ പോലും എത്തത്തില്ലടാ. പത്മാമയാണ് അവിടെ എന്തോ ഉണക്കുന്ന മീൻ. ആ എന്തോ ചെയ്യാൻ വേണ്ടി കണ്ട്. എന്നിട്ട് ഇന്നൂടെ ശാലം ഉണ്ടേ ഉണക്കാൻ കൊണ്ടുവരാണ്. ഉപ്പിട്ടിട്ട് വെയിലത്ത് വെച്ചാൽ മതി മോനെ. ഇത് നല്ലതാടാ, വറുത്ത് ചെയ്യാനാന്ന് തോന്നുന്നു. വറുത്ത് അച്ചാറിടാനോ എനിക്കറിയത്തില്ല എന്തോ ചെയ്യാനെന്ന് പറയുന്നത്. അവിടെ എന്നെ കടിക്കാനും മാത്രമായിട്ട് വളർന്ന ഉറുമ്പൊന്നും ഈ ലോകത്തില്ല. നീ ആരാ? അത് നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. മോനെ രാധാച്ചനൂടെ വരാൻ പറയടാ.
കണ്ടോ ഇത്രയും രാധാച്ചോ മതി. മീൻ പറ്റി ചോറ് കൊടുക്കായിരുന്നു അവർക്ക്. കഷ്ടം. മണിക്കൂട്ടൻ പണ്ട് പോയി കിടക്കും. മണിക്കൂട്ടൻ വന്നോ മോനെ? തെന്നി പോകുന്നടാ മോനെ. ഇച്ചിരി ചാരവും കൂടെ ഉണ്ടായിരുന്നു, നല്ലതായിരുന്നു. വേണ്ടേ ഇത് കണ്ടോ? അണ്ണനോടൊന്ന് വെട്ടിത്താണോ? നമുക്ക് എളുപ്പം അങ്ങ് വെട്ടി പിന്നെ പറ്റിക്കുകയും മറക്കുകയും ഒക്കെ ചെയ്യാം. നല്ല ഫ്രഷ് അല്ലയോ? ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ. ആ ഇപ്പൊ ഞാനും കൂടെ പോയതാ. കുപ്പിയൊക്കെ ഇട്ട് എന്തോ രസമായിരുന്നു കാണാന്. അവിടെ കിടന്ന് ഉറങ്ങാൻ തോന്നും. ഇവിടുന്ന് ഇനി അങ്ങ് പോവാ ഉച്ച കഴിയുമ്പോൾ ഞാനാ. അവിടെ പോയി കിടന്ന് ഉറങ്ങാണ്ണ. അടിപൊളി. എന്തോ സുഖമാണെന്നറിയോ? കാറ്റും 6 മുള. സൂപ്പർ സെറ്റപ്പ്. ബാബാ അവിടെ പിച്ചാത്തി ഉണ്ട്. കരിമീനോ? കരിമീനില്ലയോന്ന്? ആ അത് പോകുന്നുണ്ട്. വന്നില്ല. ഞാൻ വിളിച്ചായിരുന്നു. കുപ്പി മോനെ രാധാച്ചൻ അവിടെ ഇരിക്കുന്നത്. കുപ്പിയിലോട്ടൊന്ന് കേറുവോ? അത് വരാലാ. കരിമീന്റെ പറയുന്നു പോവോ കുഞ്ഞുങ്ങളോ? അയ്യോ അതെനിക്കറിയത്തില്ല. പിച്ചാത്തിട് വരാ. അതാണ് എളുപ്പം. അതിനെന്താ തിന്നാൻ കയ്യിലാക്കത്തില്ലേ? വെട്ട് പിച്ചാത്തി ഇട്. വേണ്ട മോനെ, വാട എടുക്കുമായിരിക്കും. കടയിൽ നിൽക്കേണ്ടതല്ലയോ? കഷ്ടമല്ലയോ? പോട്ടെ. അറിയാ വെട്ടുന്നോ? നോക്കുന്നോ? പിന്നെ ഇങ്ങനെ അതെ ഞങ്ങൾ തരട്ടെ. കുറച്ച് കഴിയൊന്നും വേണ്ട. പരിഞ്ഞിലുണ്ട് മോനെ ഇതിനകത്തെല്ലാം. ഉണ്ട്. ഈ സമയത്ത് ഇത്രേ വളരത്തുള്ളൂ മോനെ ഇത്. ഈ സമയത്ത് മറ്റേ മുട്ടയൊക്കെ ഇടുന്ന സമയൊക്കെ. നിന്നെ രക്ഷിക്കണ്ടായിരുന്നു വെള്ളത്തിൽ നിന്ന്. നിന്നെ വെള്ളത്തിൽ നിന്ന് രക്ഷിക്കണ്ടായിരുന്നു. വറക്കാനുള്ള ഇല്ലിപ്പം നീ ചാടുക. അത് നമുക്ക് വറക്കാൻ വൈകിട്ട്. എന്നിട്ട് വറുത്തിട്ട് വൈകിട്ട് പിടി പിടിക്കട്ടെ. വരും. ആ നൊസ്റ്റാൾജി നമുക്ക് പിടിക്കാം. വേണ്ട വെട്ടണ്ട. തോരൻ വെക്കുവാന്ന് പറയാം. ഇവിടെ പറ്റിക്കുവാന്നാ പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്തോ പറയുന്നതെന്ന് കമന്റ് ചെയ്യാം. പറ്റിക്കുവാണോ തോരൻ വെക്കുവാണോ? ഇവിടെ പറയുന്നത് പറ്റിക്കുവാന്നാ. പിന്നെ പീര വെക്കുവാന്ന് പറയും. പിന്നെന്തോ രാധാച്ചൻ പറഞ്ഞ തോരൻ വെക്കുവാ. തോരൻ. ആ വേണ്ട. മീനൊക്കെ വെട്ടിക്കൊണ്ടു ഞാൻ ഇച്ചിരി എടുത്തോണ്ട് വയ്യാത്ത കൊണ്ട് കേട്ടോ. ബാക്കി ഞാൻ എൻ്റെ അപ്പുറത്ത് സീതയുടെ കൈ കൊടുത്തു, അനിയത്തിയുടെ കൈ കൊടുത്തു, നന്ദുവിൻ്റെ അമ്മയുടെ എല്ലാം വെട്ടിത്തരും ആ പത്മാമ്മ. പിന്നെ അതിൻ്റെ ഇത്ര എടുത്ത് നമുക്ക് ഞാൻ വന്നപ്പോഴത്തേക്ക് രാധാച്ചൻ തേങ്ങയൊക്കെ തിരുമ്മി വെച്ച് ഒത്തിരി ആയിരുന്നുണ്ട്. ഇത്രയേ എടുത്തുള്ളൂ. അത്രയേ ഉള്ളൂ സാധനം. നമുക്ക് പറ്റിക്കാം. ഉള്ളി പൊളിച്ച് തരാമെന്നൊക്കെ പറഞ്ഞതായിരുന്നു. ആൾ മുങ്ങി. തേങ്ങ തിരുമ്മിയപ്പോഴത്തേക്ക് വീറും. അത്രയെങ്കിലും ചെയ്തു തന്നില്ലേ? കഷ്ടം. വേണ്ട. ഇപ്പോൾ ഒരു പച്ചക്കറിക്കാരൻ ഒരു മോനെ കായംകുളത്തുള്ളതാ, ഷമീർ വന്നതാ. ഞാൻ അതിനകത്തുനിന്ന് പോയി എടുത്താൽ എന്നോട് പൈസയൊന്നും മേടിച്ചില്ല. നമുക്ക് മാങ്ങയൊന്നും ഇല്ല. അപ്പോൾ അതിനകത്തുനിന്ന് ഒരു ശകലം ഇടാം നമുക്ക്. ഇത്രയല്ല ഉള്ളു. തത്തച്ചുണ്ടനാ കേട്ടോ. അപ്പം ഒരു പിടി പിടിക്കാം. മീനൊക്കെ പറ്റിച്ച് ഇങ്ങനെ നോക്കി ഇരിപ്പുണ്ട് രാധ. ടേസ്റ്റ് ചെയ്യാൻ വിളിച്ചേ കലവറയിലേക്ക് വിളിച്ചതാ ഒരുത്തനെ. 2 ഉള്ളിയെങ്കിലും എന്നാ അവനൊന്ന് പൊളിച്ചു തരുമോ? അതും ഇല്ല. നിനക്ക് ഉള്ളി പൊളിക്കാൻ അറിയാവോ? ആ കണക്കിന് അവന്മാര് തേങ്ങ തിരുമ്മി തരും, ഉള്ളി പൊളിച്ചു തരും, തേങ്ങ വറുത്ത് തരും ഉണ്ണിക്കുട്ടനും ഒക്കെ. അത്രയെങ്കിലും അറിയാമല്ലോ. ഇത്രയും മതി മാങ്ങ, ഒത്തിരി വേണ്ട. ആ പാടെ 10 മീനില്ല. ഒരു കൊളാബ് ഇട്ട് കൊടുത്ത് മാങ്ങി. അമരപ്പുറത്തൂടെ പോയപ്പോ രാധാച്ചൻ ഇപ്പുറത്തൂടെ വന്നു. അമരപ്പുറത്തൂടെ രാധാച്ചനെ വിളിക്കാൻ പോയി. രാധാച്ചൻ ഇപ്പുറത്തൂടെ ഇവിടെ വന്നിരിക്കുന്നു. എന്താണ് ഇവിടെ നടക്കുന്നത്? അമലിനെ രാധാച്ചനെ വിളിക്കാൻ അമലിനെ ഈ വഴി അങ്ങോട്ട് വിട്ടു. രാധാച്ചൻ ഈ വഴി ഇവിടെ വന്നു. ഇവിടെ എന്താണ് നടക്കുന്നത്? സൂപ്പർ മാർക്കറ്റ് ഏത് സൈഡിൽ കൂടി ചെന്നാലും അതാ ഇത് മറ്റേ 4 അമ്പലമാ. നീ ഒരു പാട്ട് പാട്. രസമല്ലേ മോനെ? നിനക്ക് എന്തിനാ കഴിവുള്ളേ? നിനക്ക് എന്തേലും കഴിവുണ്ടോ? അതാ പറഞ്ഞ നിന്റെ വീട്ടിൽ ചെന്നാൽ നിന്റെ അമ്മയെ തന്നെ പറഞ്ഞത്
ഒരു കഴിവില്ലാത്തത്. അങ്ങനെ പറഞ്ഞ ഒരാളെ ആക്ഷേപിക്കരുത്. പിന്നെ അവൻ തന്നെ പറഞ്ഞല്ലേ അവന് കഴിവില്ലെന്ന്. എനിക്ക് വെറുതെ ഇരിക്കും കഴിവുണ്ടെന്ന് പറഞ്ഞു. അതാണ് പറയുന്നത്. ഇപ്പൊ വേണ്ടേ മാങ്ങ ചെത്തിയപ്പോ ഒരു കൊതി തോന്നി. മാങ്ങ ചെത്തിയപ്പോ രാധാച്ചന് ഇപ്പൊ ഒരു കൊതി, ഇച്ചിരി മുളക് പൊടിയും പിന്നെ ഉപ്പും വെളിച്ചെണ്ണയും കൂടി ഇട്ട് കൊടുക്കാനെന്ന്. എന്താവാന്ന് അറിയത്തില്ല പ്രശ്നം. വേണ്ട എന്തായാലും ഒഴിപ്പിച്ച് കൊടുക്കുക, ഉപ്പിടിട്ട് കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് ഡാനി പറയുന്ന കിടക്കുന്നോട്ട് അറിയത്തില്ല, മനുഷ്യന്റെ കാര്യമില്ല കൊടുക്കാം. തീരുവാനുള്ള പരിപാടിയാണ്. അതൊന്നും അല്ല പറഞ്ഞ കൊതി. ഇളക്കിയിട്ട് അതൊക്കെ കഴിയും മോനെ. അതങ്ങ് എടുത്തോണേ മോനെ. എങ്ങനുണ്ട്? സൂപ്പർ. ആദ്യമേ ഇന്നൊന്ന് ഇറക്കി വായിലോട്ട് വെക്കുന്നതിന് മുമ്പ് സൂപ്പർ കാണിച്ചു ഇവിടെ. മാറിക്ക്. ഉപ്പിട്. ഉപ്പില്ലെങ്കിൽ ഇച്ചിരി ഇടുവല്ല. അടിപൊളിയിടാ മോനെ. എനിക്കൂടെ എന്തായാലും പെൺപിള്ളേ കൂടെ ഞാനല്ലേ ഉണ്ടാക്കി തന്നെ. ആർക്കാന്നാ ജാക്കം കൂത്തി കേഴുവാ. ഇപ്പം കൊച്ചുള്ളി എടുത്തു, തേങ്ങ എടുത്ത്, എല്ലാവർക്കും അറിയാം. എന്നാലും ഞാനങ്ങ് പറയുവാന്നേ, എന്നെ ഒന്നും പറയല്ലേ. കഴിച്ചിട്ടുണ്ടോ ഈ മീൻ പറ്റിച്ചത്? പിന്നെ ഇവരൊക്കെ പണ്ട് ഇവിടൊക്കെ ഇഷ്ടം പോലെ ഇതുണ്ടായിരുന്നു. ടേസ്റ്റ് വരുമോ? ആ ടേസ്റ്റ് കിട്ടോ? ഇങ്ങോട്ട് വാണീര് കിട്ടും. കിട്ടാതിരിക്കാൻ എന്തോ അന്ന് പിന്നെ അരവിലൊക്കെ അരക്കുന്നത് ആ ടേസ്റ്റ് മുളക് പൊടി. അതെ, ഒത്തിരി വ്യത്യാസമുണ്ട്. അതിനൊക്കെ ഒരു പ്രത്യേക രുചിയാണ്. ഞാൻ ഇതുവരെ ഇത് പറ്റിച്ച് കഴിച്ചിട്ടില്ല. രുചിയാന്നറിയോ മോനെ? വേണ്ടേ കുരുമുളക് പൊടി. ഇതിന് ആറ്റുമീൻ എപ്പോഴും കുരുമുളക് പൊടിയാണ് വേണ്ടത്. ഞാൻ ഇച്ചിരി ഏറെ ഇടും കേട്ടോ. അതേണ്ട ഒരു ശകലം മല്ലിപ്പൊടി. വെറൈറ്റി കുരുമുളകാണെന്ന് പറഞ്ഞതാ. വേറെ ഏതാണ്ടാ പറഞ്ഞത്. മതി മതി മാറും. വേണ്ട മഞ്ഞപ്പൊടി. വേണ്ട വേണ്ട ഒത്തിരി വേണ്ട. ഉരുവാപ്പൊടി ഇടുവാന്ന് അറിയത്തില്ല, ഞാനിടും. ഇച്ചിരി എല്ലാരും ഇടുന്നോട്ട് നമ്മള് ശകലം. നമുക്കൊരു വ്യത്യാസം വേണ്ട. ഒറ്റ ക്രഷ് ചെയ്ത് സാധനം റെഡി ആയിരിക്കുന്നു. വേണ്ടോ ഒറ്റ വെട്ടേ കറക്കിയോളൂ. കാരണം തോരൻ വെക്കാനോ ഒത്തിരി അരഞ്ഞു പോകരുതല്ലോ, അതുകൊണ്ട്. എന്താണ് കറിവേപ്പിലൊക്കെ ഉണ്ട്. ഫ്രിഡ്ജും അവനോട് പറ. അണ്ണാ ഇങ്ങ് എടുക്കണ്ട, അവൻ അറിയത്തില്ല. അണ്ണൻ എടുത്തോണ്ട് വാ. അടിയിലിരിപ്പുണ്ട് ഒരു പാത്രത്തിനകത്ത്, ഒരു കൂടിനകത്ത്. നമ്മൾ മസാല പുരട്ടാൻ പോയാണ്. മാങ്ങ ഇത്ര ഇടണം അല്ലേ? നല്ലതല്ലേ മോനെ? ഞാൻ പുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പുളി ഇടുന്നില്ല, തത്തച്ചുണ്ട മാങ്ങ ഉള്ളതുകൊണ്ട്. പുളി ഇടുന്നില്ലേ? ഇതിന് ഈ മാങ്ങയ്ക്ക് ഓൾറെഡി പുളി ഉണ്ടല്ലേ? നല്ല പുളിയുണ്ട്. ഇപ്പൊ കഴിച്ചിട്ട് പുളി തോന്നിയില്ല. ഇല്ലയോ? സാരമില്ല, വരും അല്ലേ? ഒന്നും വേണമെങ്കിൽ ശകലം പുളിയും കൂടി ഇട്ടേക്കാം. വേണമെങ്കിൽ ശകലം ചേർത്ത്, വെള്ളം ശകലം ചേർത്താ. ഉപ്പ് ഇച്ചിരി വെള്ളവും കൂടെ. പച്ചമുളക് വന്നു. നെല്ല് പച്ചമുളകും കൂടെ എന്ത് ചെയ്യും? കഴുകട്ടെ. പച്ചമുളക് നമ്മുടെ പിന്നെ അയ്യത്തേക്ക് നമ്മള് കൊള്ളത്തില്ലേ? ഉണ്ട്, ഇവിടെ ഇരിപ്പുണ്ട്. കറിവേപ്പില. ലെയർ അടുക്കുന്നത് രണ്ടിന്റെ ഒരു മീനിങ് തന്നെ ലെയറും അടുക്കും. ഇച്ചിരി വെളിച്ചെണ്ണ മതി, ഒത്തിരി ഒന്നും വേണ്ട, ഭയങ്കര വിലയാ. ഒരു കഷ്ണം പുളി ഇടുക, കാരണം ഇവന്മാര് പറയുന്നത് എന്തോ മാങ്ങായ്ക്ക് പുളി ഇല്ലായിരുന്നെന്ന്. വേണ്ട ചേർക്കും. വെളിച്ചെണ്ണ, ഉപ്പ് എല്ലാം ഇട്ടിട്ടുണ്ട്. കൊച്ചുള്ളി, കുരുമുളക്, മഞ്ഞപ്പൊടി, ഉലുവാപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി എല്ലാം ആയിട്ടുമുണ്ട്. നല്ല ഫ്രഷ് മീനാണ്. അപ്പോൾ ഇവരെ അങ്ങോട്ട് നമുക്ക് അടപ്പിലോട്ട് വെക്കാം.
വെള്ളം വേണം. ചെറിയ സാധനമുണ്ട്, ചെറിയ വയമ്പ് പൊടി. വയമ്പ് കിട്ടിയില്ല. ഇതിൽ പൊടിമീനുണ്ടല്ലോ, പൊടിമീൻ ഇതുപോലെ നമ്മൾ ഇങ്ങനെ പീര വെള്ളത്തിൽ പറ്റിച്ചെടുക്കും. മുളക് പൊടിയെല്ലാം എടുക്കാതെ ഇങ്ങനെ വേവിച്ചിട്ട് ഓവണി വേവിക്കും. ഓവണി വേവിച്ചിട്ട് കറക്റ്റായിട്ട് നമ്മൾ എന്തോ ഓവണിയോ? അങ്ങനെ പറഞ്ഞത്. അത് അതിനകത്ത് വെച്ചിട്ട് ഈ ബ്രെഡും കൂടി, ബ്രെഡില്ലേ, ബ്രെഡ് 2 എണ്ണം കൊണ്ട് വെച്ചിട്ട് ടോസ്റ്റ് ചെയ്ത് നിറയ്ക്കും. ഈ സാധനം ഫില്ല് ചെയ്യും, എന്നിട്ട് കഴിക്കും. എന്തോ സൂപ്പറാണ്. ഇങ്ങനെ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് വെക്കാം. ഓക്കെ, ഗ്യാസ് കിട്ടാത്തതുകൊണ്ട് കുറച്ചിടേ. ഗ്യാസ് എന്തായാലും ഞങ്ങൾക്ക് കിട്ടി ഇന്നലെ. ഭയങ്കര മീനെല്ലാം പറ്റി വന്നുകൊണ്ടിരിക്കുന്നു. പീര പറ്റിക്ക് വലിയ, അപ്പൊ ഇച്ചിരി വെള്ളമുണ്ട്, അതെല്ലാം ഒന്ന് പറ്റട്ടെ. കരിയാപ്പില കൊണ്ട് നല്ലപോലെ ഇട്ടിട്ട് ഒത്തിരി ഇടണ്ട. അപ്പൊ സമ്പൂർണ്ണനായിട്ടിരിക്കുവാ. അപ്പൊ ഞാൻ കഴിക്കാനായിട്ട് ഇരിക്കുവാണേ. കുറെ വർഷങ്ങളായി പരല് കഴിച്ചിട്ട്. നമ്മുടെ രാധാച്ചന് പരല് പറ്റിച്ചത് കൊടുക്കാൻ പോവാണ്. ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം ജീവനോടെ കിട്ടിയതാണ്. അപ്പോൾ എന്തോ അഭിപ്രായം പറയാമെന്ന് അറിയട്ടെ. അത് ഞങ്ങളുടെ അച്ഛൻ കോവിലാറ്റിന്ന്. ഞാനാ ചൂണ്ടയിട്ടത്. അച്ഛൻ കോവിലാറ്റിന്ന് ഞാനാ കുപ്പിയൊക്കെ എടുത്തെറിഞ്ഞു. ദൈവമേ, ചൂടാണ്. എന്താ മട്ടരങ്ങൊന്നും അല്ല ഇതിന്റെ പുറകിനാ. നിനക്കൊന്നും ഇതൊന്നും നിനക്കൊന്നും ഇത് ഇഷ്ടപ്പെടത്തില്ല. ചൂട പറ്റിച്ചതാണോ വീട്ടിലെന്നും പറഞ്ഞോണ്ട് വേളം വെക്കുന്നതാ. ഇറങ്ങി ബ്രെഡ് എടുത്തുണ്ടോ? അടിച്ചു നോക്കാം, അടിപൊളി. അപ്പൊ ഓക്കെ, നമ്പർ 1. എല്ലാരും ഞങ്ങളുടെ വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നന്ദി, നന്ദി, നമസ്കാരം.